സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെ ചിന്തയിലേക്ക് സ്വാഗതം. സ്ഥിരമനസ്സൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യെശയ്യാവ് 23 അതിൻ്റെ 3-ാമത്തെ വാക്യം. നാം എല്ലാവരും ജീവിതത്തിൽ പല ചുറ്റിത്തിരിവുകളും അഭിമുഖീകരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള വിവിധ പ്രശ്നങ്ങളിലേക്ക് നാം നോക്കിയാൽ നമുക്ക് തലകറക്കം സമ്മാനിക്കുകയും അത് കൈകാര്യം ചെയ്യാനാവാൻ നാം താഴെ വീഴുകയും ചെയ്യും. എന്നാൽ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ ദൈവത്തിന് മാത്രം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവൻ നമ്മെ തികഞ്ഞ സമാധാനത്തിൽ നിലനിർത്തും. യെശയ്യാവ് 26 3-ാമത്തെ വാക്യം. ജീവിതത്തിൽ എത്രമാത്രം തിരിഞ്ഞുപോകളുണ്ടായാലും നമ്മുടെ പ്രശ്നങ്ങളും പരിശോധനകളും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന ഉറപ്പിൽ ശാന്തമായി തുടരാനാണ് നമുക്ക് പൂർണ്ണ സമാധാനം നൽകുന്നത്. അവൻ ശാശ്വതമായ പാറയാണ്. അവനാണ് നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കാനുള്ള ആത്യന്തിക ഫോക്കസ് പോയിന്റ്. കാരണം അവൻ മാറ്റമില്ലാത്തവനാണ്. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും പ്രാർത്ഥനയിൽ അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും തിരുവഴുത്തുകളിൽ അവൻ്റെ വാഗ്ദാനങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് അവനിലേക്ക് നോക്കാം. ജീവിതത്തോടനീളം മനോഹരമായി നീങ്ങാൻ സഹായിക്കുന്ന നമുക്ക് നമ്മുടെ നിത്യപാറയായ ദൈവത്തിൽ ആശ്രയിക്കാം. ഈയിടെ നിങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പരിശോധനയെക്കുറിച്ച് ദൈവം തിരുവഴുത്തിൽ എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ അനുദിനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് എന്നോട് ക്ഷമിക്കണമേ. നീ ലോകത്തെ ജയിച്ചിട്ടുണ്ടെന്നും എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവയാണെന്ന് നീയെന്നും എനിക്കറിയാം. എല്ലാ സാഹചര്യങ്ങളും എൻ്റെ കണ്ണും ഹൃദയവും അങ്ങിലേക്ക് തിരിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം തിരക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.